രണ്ടക്കം കടക്കുമെന്നൊക്കെ തള്ളി മറിച്ചിട്ട് ഇപ്പോൾ 3 കിട്ടിയുള്ളൂ. നമ്മുടെ വീഡിയോയുടെ താഴെ ചില മഹാന്മാരുടെ കമൻറ്റുകളാണ്. എടേ, ഇന്ത്യൻ പാർലമെൻറ്റിൽ BJPക്ക് ആദ്യം കിട്ടിയത് 2 സീറ്റാണ്. മറന്നു പോകരുത്. 3 ഒരു വലിയ സംഖ്യയാണ്. 3 കൊണ്ട് അക്കങ്ങൾ അവസാനിക്കുന്നുമില്ല. 3-ൽ നിന്ന് 147-ലേക്ക് 140-ലേക്ക് 137-ൻ്റെ അകലം മാത്രമേ ഉള്ളൂ, അല്ലേ? വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, ഗോപകുമാർ. മതികടെ 3 മസ്കറ്റിയേഴ്സ്, അല്ലെങ്കിൽ 3 പേര് എന്തിനും കേപ്പബിൾ ആയിട്ടുള്ള 3 പേര്, 3 ഇന്റലക്ച്വൽ ജയൻസ് എന്ന് വേണേൽ പറയാം. 2 പേർ കേന്ദ്രമന്ത്രിമാരായിരുന്നു. അതെ, അതാണ് ഏറ്റവും വലിയ ഒരു ഞാനത് പറയാനിരുന്നാണ് സുനിൽ അത് ബ്രേക്ക് ചെയ്തു. അത് 2 കേന്ദ്രമന്ത്രിമാരും പിന്നെ ഒരു RSSന്റെ ഒരു വലിയ സംഘാടകനായിട്ട് എല്ലാ ജീവിതത്തിലെ എല്ലാ സമരങ്ങളിലും വളരെ തീക്ഷ്ണമായ അനുഭവങ്ങളോടുകൂടി നിയമസഭയിൽ എത്തിയിരിക്കുന്ന നമ്മുടെ ഗോപകുമാർ. പോരെ, ഇത് കൂടുതൽ എന്താ വേണ്ടേ? ഈ പറഞ്ഞ പോലെ BJPക്ക് 2-ൽ നിന്നാണ് BJP 340 സീറ്റിലെത്തിയത്. അതെ അതെ. പിന്നെ 3 തവണയായി ഇന്ത്യ തുടർച്ചയായി ഭരിക്കുന്നു. 4ാമത്തെ തവണയും ഭരിക്കും. ഒരു കോൺഗ്രസ് നേതാവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ 2029 BJP തന്നെ ആയിരിക്കുമോ, മാറേണ്ട സമയം ആയില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നോ 2034 ആലോചിച്ചാൽ മതി അതിനെ കുറിച്ചിട്ട്, കാരണം ഇനിയും കുറേ കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് അവർക്ക്. അപ്പോൾ പക്ഷേ എനിക്ക് ഇത് പറയുമ്പോൾ ഒരു ചെറിയ സങ്കടമുണ്ട്. ഈ നിയമസഭയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഞാൻ വ്യക്തിപരമായി ആഗ്രഹിച്ചിരുന്ന ഒരാൾ കാസർഗോഡ് നിന്ന് വ്യക്തിപരമായി ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. മഞ്ചേശ്വരത്ത് നിന്ന് കെ സുരേന്ദ്രൻ, പിന്നെ പാലക്കാട് നിന്ന് ശോഭാ സുരേന്ദ്രൻ. 2 പേരും നിയമസഭയിൽ ഉണ്ടാവണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കണക്ക് നോക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സുഹൃത്ത് പത്മിനി ധനേഷ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ വായിക്കാം. കേരളത്തിൽ BJP വിജയിച്ച 3 സീറ്റുകളും പിടിച്ചെടുത്തത് CPMൻ്റെ ആണല്ലോ. 3 സീറ്റുകളും CPMനെ തോൽപ്പിച്ചിട്ടാണ് BJP ജയിച്ചത്. അത് മനസ്സിലാക്കാതെ CPM കൈക്കൊണ്ട ആത്മഹത്യാപരമായ നിലപാടായിരുന്നു മഞ്ചേശ്വരത്ത് ലീഗിനെ വിജയിപ്പിച്ചത്. CPMൻ്റെ വോട്ട് കൊണ്ടാണ് ലീഗ് അവിടെ വിജയിപ്പിച്ചത്. 2016-ൽ CPM വോട്ട് 42,565. 2021-ൽ അത് 40,639 പക്ഷേ ഇത്തവണ CPMന് മഞ്ചേശ്വരത്ത് എത്ര വോട്ട് കിട്ടിയെന്നറിയാമോ? 2112 21,212 വോട്ട്. അതായത് 2016-നെ അപേക്ഷിച്ച് CPMൻ്റെ 21,300 വോട്ട് കാണാനില്ല. നേർപകുതി വോട്ടുകൾ മുസ്ലിം ലീഗിന് കൊടുത്തു സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി. ഇവിടെ ചില BJPക്കാരെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അവരിങ്ങനെ സുരേന്ദ്രൻ കേരളത്തിലെ BJPയുടെ അധ്യക്ഷനായിരുന്നു, KJP എന്നൊക്കെ വിളിച്ച് കളിയാക്കുമായിരുന്നു. എന്നിട്ട് പറയും സുരേന്ദ്രനും CPMും വഴി തമ്മിൽ വലിയ ഡീലാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമായിരുന്നു. അവർക്കുള്ള മറുപടിയാണ് CPM ഇതാ ഒരു കാരണവശാലും K സുരേന്ദ്രൻ നിങ്ങൾ സംഖ്യകളാണെന്ന് ഭാവിച്ച് ഓൺലൈനിൽ കമൻ്റ് ഇടുന്ന ചിലർ സുരേന്ദ്രനെ ആക്ഷേപിച്ചിരുന്ന CPMൻ്റെ ആളെന്നാണ്. CPM ഇത്തവണ സുരേന്ദ്രൻ അവിടെ എത്താതിരിക്കാൻ 21,300 വോട്ടുകളെങ്കിലും മറിച്ച് UDF കുത്തി. അതായത് അത്രയും അത്രയല്ല, അതായത് മിനിമം 1,00,000 വോട്ടുകൾ ക്രോസ് വോട്ട് ചെയ്തു സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി. ഈ സുരേന്ദ്രനെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളിലും ചിലർ പറഞ്ഞിട്ടുണ്ടാവാം CPMൻ്റെ ഏജൻ്റാണെന്ന് വരെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട്. കേരളത്തിലെ ബഡാ ഫൈറ്റർ എന്ന് നരേന്ദ്രമോദി പറഞ്ഞ ആളാണ്. കേരളത്തിൽ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് നിലവാരം ഉണ്ടാക്കിയെടുത്തത് സുരേന്ദ്രൻ്റെ കാലത്താണ്. കേരളത്തിൽ നിന്ന് ആദ്യമായി BJPക്ക് ഒരു MP ഉണ്ടായത് സുരേന്ദ്രൻ്റെ കാലത്താണ്. ആ സുരേന്ദ്രനെ ഇന്നലെ പറഞ്ഞവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ മാരീച വേഷം ധരിച്ച ആളുകളായിരിക്കാം. ഏതു BJP അധ്യക്ഷൻ വന്നാലും അവർക്കെതിരെ അപവാദ പ്രചരണം നടത്താൻ വേണ്ടി വേഷം മാറി നടക്കുന്ന ചില ആളുകളുണ്ട്. കമ്മികളും കൊങ്ങികളും സുഡാപ്പികളും അവരായിരിക്കാം. എന്നാൽ പോലും സുരേന്ദ്രനെ വല്ലാതെ ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ സുരേന്ദ്രൻ ഈ നിയമസഭയിലുണ്ടായിരുന്നെങ്കിൽ, ഈ 3 പേരുടെ കൂടെ സുരേന്ദ്രൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു ബാഹുബലി കോട്ടയായിട്ട് മാറുമായിരുന്നു. ഒപ്പം പാലക്കാട് നിന്ന് ശോഭയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ 5 പേർ പഞ്ചപാണ്ഡവർ നിയമസഭയിലെത്തുമായിരുന്നു. അതിനുള്ള അവസരം ഉണ്ടായില്ല എന്നുള്ളത് ഒരു നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ശോഭയുടെയും സുരേന്ദ്രൻ്റെയും അസാന്നിധ്യത്തിൽ
വലിയ സങ്കടമുണ്ട്. അത് കേരളത്തിൻ്റെ നഷ്ടമാണ്. കേരളത്തിന് നമ്മുടെ രാഷ്ട്രീയം നോക്കാതെ നല്ല പാർലമെൻറ്റേറിയന്മാർ സഭയിലെത്തുക എന്ന് പറഞ്ഞാൽ അത് സഭ കൂടുതൽ ഊർജ്ജവത്തും സജീവവും ക്രിയാത്മകവുമായി മാറാൻ സഹായിക്കും. അവരെ നഷ്ടപ്പെടുത്തി എന്നുള്ള പാലക്കാടുകാർക്ക് പെണ്ണുപിടിയന്മാരെ മാത്രം മതി എന്ന് തീരുമാനിക്കുന്നത് വലിയ കഷ്ടമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും 3 കിട്ടിയുള്ളൂ എന്ന് ചോദിക്കുന്നവർ കരുതിയിരിക്കുക, വരുന്നുണ്ട്. ഇത് തുടക്കമാണ്. നിങ്ങൾ പറയുന്ന 1 ഉണ്ടായിരുന്നു, അത് പൂട്ടി പൂജ്യപ്പി എന്നൊക്കെ പറഞ്ഞവർ 1, 3, ഇനി അത് 30 ആവും, പിന്നെ 90 ആവും. അതിലേക്കുള്ള യാത്ര ആരംഭിക്കേണ്ടതുണ്ട്. BJP പാഠങ്ങൾ ഒരുപാട് പഠിക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു, BJPക്ക് വോട്ട് ചെയ്യുന്നത് ആരാണ്, അവരെ തിരിച്ചറിയുക, അവർക്കൊപ്പം നിൽക്കുക. ഇപ്പോൾ ഈ വി മുരളീധരൻ്റെ വിജയം അത് കണ്ടുപിടിക്കേണ്ടതാണ്. അദ്ദേഹം ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് വളരെ കൃത്യമായി പണിയെടുത്ത് കാലങ്ങളായി അവിടെ പണിയെടുത്തിട്ടാണ് ആ വിജയത്തിലേക്ക് വന്നത്. വലിയ മത്സരമായിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന CPMലെ ഒരു വലിയ വിഷമോ വടമോ ആയ ആളെയാണ് പരാജയപ്പെടുത്തിയത്. അതുപോലെ ശിവൻകുട്ടി, രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെടുത്തിയത്. എന്തൊരു പുച്ഛമായിരുന്നു ശിവൻകുട്ടി. രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കണേന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. ആദ്യമേ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിണറായി ചീത്ത വിളിച്ചു. അപ്പോഴാണ് പേടിച്ചു പോയി ശിവൻകുട്ടി. പിന്നെ പിണറായി ചീത്ത വിളിച്ചപ്പോഴാണ് ഞാൻ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഏതായാലും 3 പേരും ചില്ലറ പുള്ളികളൊന്നുമില്ല. അവിടെ ഇരിക്കുന്ന പല ആളുകളെക്കാളും അപേക്ഷിച്ച് ഫാർ ബെറ്റർ ആയിട്ടുള്ള 3 പേരാണ് പോയിരിക്കുന്നത്. ശരിയാണ്. പക്ഷെ സുനിൽ ഓർമ്മയില്ലേ, നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, കേരള നിയമസഭയിൽ ആവശ്യം ഉണ്ടായിരിക്കേണ്ട MLA മാർ. അതിൽ സുനിൽ പറഞ്ഞ പേര് ഒന്ന് സുരേന്ദ്രൻ, പിന്നെ ഒന്ന് ശോഭാ സുരേന്ദ്രനാണ്. പിന്നെ നമ്മൾ ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും ഇവരുടെ പേര് പറഞ്ഞു. നമ്മൾ പേര് പറഞ്ഞു. ഞാൻ തുടക്കം മുതൽ, അതായത് രാജീവ് ചന്ദ്രശേഖർ ചുമതല BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്ത സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കേരളത്തിലെ BJP രാഷ്ട്രീയം, BJPയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ആരൊക്കെയാണ്. അന്ന് ഞാൻ പറഞ്ഞു ചാത്തന്നൂർ BB ഗോപകുമാറിൻ്റെ കാര്യം. BB ഗോപകുമാർ എന്നെ വിളിച്ചു. എൻ്റെ പേര് ഇപ്പോഴല്ല, RC ചുമതല ഏറ്റെടുത്തതിൻ്റെ അടുത്ത ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വലിയ സന്തോഷം, എൻ്റെ പേര് മറക്കാതെ അതൊന്ന് സജീവമാക്കിയല്ലോ. കാരണം അദ്ദേഹത്തെ RCക്ക് ഒരുപക്ഷെ അറിയില്ല, RCക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ അറിയില്ല എന്നെ, കാരണം അദ്ദേഹം വന്നതേ ഉള്ളൂ, കേരളത്തിലെ പാർട്ടിയിലേക്ക് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു RC ഉറപ്പായിട്ടും അറിയേണ്ട ആളാണ് ചാത്തന്നൂരെ BB ഗോപകുമാറിനെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. കാരണം അത് RC അറിയണം, പാർട്ടി അറിയണം, തിരിച്ചറിയണം. ചാത്തന്നൂർ മത്സരിച്ചാൽ ഇത്തവണ സീറ്റ് കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ സീറ്റ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തെ എനിക്ക് വളരെ കാലമായിട്ട് അറിയാം. അദ്ദേഹം മുമ്പൊരിക്കൽ ചാത്തന്നൂരെ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം സംഘടിപ്പിച്ച ആ വേദിയിൽ ഞാനും പങ്കെടുത്തു. അന്ന് TP സെൻകുമാർ സാർ DGP ആയിരിക്കെ അദ്ദേഹം പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു. അന്ന് മുതൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം അവിടെ വലിയ ജനകീയനായ ഒരാളാണ് ഗോപകുമാർ. ആ ഗോപകുമാർ അവിടെ ജയിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ ചാത്തന്നൂർ അങ്ങനെ BJP വലിയ വിജയമൊന്നും ആദ്യം പ്രതീക്ഷിച്ച മണ്ഡലമല്ല. പക്ഷേ BJPയുടെ സീറ്റ് വോട്ട് ഷെയർ കൂടി വന്ന് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്ന വേറൊരാളുടെ വലിയൊരു കോൺട്രിബ്യൂഷനൊക്കെ അതിനകത്തുണ്ട്. ഏതായാലും BJPക്ക് അഭിമാനകരമാണ്. വലിയ വിചാരിച്ച അത്ര സീറ്റുകൾ കിട്ടിയില്ല. അത് പലവിധ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ചില വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഏതായാലും BJPയെ എഴുതിത്തള്ളി കേരളം BJP രാഷ്ട്രീയത്തിന് വഴങ്ങില്ല, കേരളം ചാണകം ചവിട്ടില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് 3 പേർ ഇപ്പോഴും നിയമസഭയിലുണ്ട്. പാർലമെൻറ്റിലേക്ക് ഒരു MP ഉണ്ട്, തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷനുണ്ട്, കേരളത്തിലെ ചില പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്, മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്നുണ്ട്. BJP കേരളത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പാർട്ടിയാണ്. പിന്നെ ഇവിടെ കേരളത്തിൽ റബ്ബർ പാലിൽ പള്ളി കൊള്ളുന്ന സാക്ഷാൽ മാണിയുടെ പാർട്ടി വട്ടപൂജ്യത്തിലെത്തി. അതും കാണണമല്ലോ നമ്മൾ. ഏതായാലും BJPയുടെ ഈ 3 അംഗങ്ങൾക്ക് ചരിത്രം സൃഷ്ടിക്കാനാകും അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു മറ്റേ നിലവിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഇപ്പോൾ വന്നിരിക്കുന്ന MLA-മാരെക്കാളും കൂടുതൽ എന്തുകൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയാവുന്ന 3 MLA-മാരെയാണ്, 3 അംഗങ്ങളെയാണ് BJPക്ക് കേരള നിയമസഭയിൽ കിട്ടിയിരിക്കുന്നത്. 3 പേര് വളരെ ഗംഭീര പെർഫോമൻസ് ആയിരിക്കും അവരുടെ കേരള. ഏതായാലും പ്രിയപ്പെട്ട മുരളിയേട്ടനും RCക്കും ഗോപകുമാറിനും നമുക്ക് എല്ലാ ഇന്ത്യാലയവിൻ്റെ ആശംസകൾ, അഭിവാദ്യങ്ങൾ. കേരളം നിങ്ങളെ കാത്തിരിക്കുന്നു.
നിങ്ങളുടെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്നു.